നേരത്തെ നടന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആ ക്രമക്കേടുകൾക്കെതിരായിട്ടാണ് പുതുതായിട്ട് രൂപീകരിച്ച കോക്രോച്ച് പാർട്ടി സമരം ചെയ്തത്. ഇവർ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിരൂപമാണ്, മുഖംമൂടിയാണ് എന്ന ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും അങ്ങനെ ഒരു സമരത്തിലേക്കാണ് ലഡാക്കിലെ നേതാവ് സോനം വാങ്ചുക് കടന്നു വരുന്നത്. അപ്പം സോനം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെയും പല സമരങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ നീറ്റിനെതിരായിട്ടുള്ള സമരത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അദ്ദേഹം 10-20 ദിവസം നിരാഹാരം കിടന്ന ശേഷം അദ്ദേഹത്തെ കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കോടതിയെ സമീപിച്ചു, ഗീതാഞ്ജലി. അവർ പറഞ്ഞു സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഇവിടെ സമരം ചെയ്യുന്ന സോനം വാങ്ചുക് ഇപ്പോൾ തൻ്റെ ആവശ്യങ്ങളൊക്കെ തന്നെ ആ ആവശ്യങ്ങളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പുതിയ ആവശ്യം, ഞാൻ സമരം നിർത്തുകയാണെങ്കിൽ സമരം നിർത്തണമെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും വന്ന് തന്നെ കാണണം, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. അപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അദ്ദേഹം തന്നെ പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഈ സമരത്തിന് വേണ്ടി പിന്തുണയുമായിട്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരിൽ പലരും വിഘടനവാദികളുണ്ട്, ആസാദിക്കാരുണ്ട്. ഓരോ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ പല രീതിയിൽ വിമർശനം വന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, അതിനെതിരായിട്ട് വലിയ സമരം നടന്നു. അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വലിയ കുത്തകൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളൂ, അതിനെതിരായിട്ട് നിയമം കൊണ്ടുവന്നു, കാർഷിക നിയമം. ആ നിയമത്തിനെതിരായിട്ട് സമരം ചെയ്തു. അവസാനം സർക്കാരിന് ആ നിയമം മരവിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഏതൊക്കെ ഘട്ടങ്ങളിലാണോ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്, അങ്ങനെ പലതവണ നിലപാടെടുത്ത ആളുകളാണ്. ഇപ്പം നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അപ്പം ആ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് അതിനെ ചോദ്യം ചെയ്ത ആളുകൾ. അപ്പം നമ്മുടെ ദേശാഭിമാനത്തെ അല്ലെങ്കിൽ ദേശീയ ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകളാണ് പലരും. നമുക്കറിയാം 2007 തന്നെ, അതായത് അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്, അന്ന് ലേയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഈ സോനം വാങ്ചുക്കിന് ഔദ്യോഗികമായ നോട്ടീസ് കൊടുത്താണ് നിങ്ങൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുണ്ട്, ചൈനയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ഒരു വിശദീകരണ നോട്ടീസ് സോനം വാങ്ചുക്കിന് കൊടുത്താണ്. പക്ഷേ അതേ കോൺഗ്രസ് ഒക്കെ ഇന്ന് സോനം വാങ്ചുക്കിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിരവധി സംഘടനകൾ, ആ സംഘടനകളൊക്കെ തന്നെ സമരത്തിൽ വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സോനം വാങ്ചുക് ഉന്നയിക്കുന്നത് FCRA, അതായത് വിദേശ നിന്നുള്ള സംഭാവനകൾ കൊണ്ടുവരുന്നതിനെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് സർക്കാരാണ് നിയമം കൊണ്ടുവന്നത്. ആ സർക്കാരിൻ്റെ ആ നിയമത്തിലുള്ള പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും വിദേശത്ത് പണം വാങ്ങി എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിന് വിരുദ്ധമായ രീതിയിൽ ചെലവഴിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ FCRA നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതി മൂലം സോനം വാങ്ചുക്കിനും ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കിട്ടുന്ന സഹായം അത് തടസ്സമാവും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിലാണ് പ്രതിപക്ഷവും ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്നത്. ലെഫ്റ്റിസ്റ്റുകളൊക്കെ സമരത്തെ പിന്തുണയ്ക്കുന്നു. ആ സമരവേദിയിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളൊന്നും തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നീറ്റ് പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലത്തും വലിയ ക്രമക്കേടുകൾ, പരീക്ഷാ ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിനെ കർശനമായിട്ട് കൈകാര്യം ചെയ്തു. അതിൽപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു. സർക്കാർ വീണ്ടും പരീക്ഷ നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ബാക്കി നടപടികളിലേക്ക് പോവുകയാണ്. അപ്പം ആ നീറ്റ് പരീക്ഷയെക്കുറിച്ച് പറയുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. അവർ ലെഫ്റ്റിസ്റ്റ് മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. മുസ്ലിം പാട്ടുകളാണ് നമുക്ക് വേണ്ടത് എന്നവർ പറയുന്നു. ശ്രീരാമനെതിരായിട്ടും ഹിന്ദു വിശ്വാസത്തിനെതിരായിട്ടും പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു നീറ്റ് പരീക്ഷയുടെ കുറ്റവാളിയായ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതെന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉയരാം. അപ്പം ഇതിൻ്റെ പിറകിലൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഷബാന ആസ്മിയെ പോലെയുള്ള നടിമാർ, അവർ രാജ്യസഭാ അംഗമായിരുന്നു. അവർ 2002 നരേന്ദ്രമോദിക്കെതിരെ അന്നത്തെ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ്. അവരിപ്പോഴും 26-ലും, അതായത് 24 വർഷത്തിന് ശേഷവും അവർ അതേ മുദ്രാവാക്യം മുഴക്കുകയാണ്. അവരുടെയൊക്കെ ആവശ്യം അത് തന്നെയായിരിക്കും. അപ്പോൾ ഓരോ വേദികളിൽ അവർ കയറി പറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേ ആവശ്യം ഉന്നയിക്കാൻ പല വേദികളെ അവരെ ഉപയോഗിക്കുന്നേ ഉള്ളൂ.
നമുക്കറിയാം 2014 മൻമോഹൻ സിംഗ് പുറത്തു പോകുന്നത്. അത് 2012 നടന്ന അണ്ണാ ഹസാരെയുടെ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു വലിയ സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? പാർലമെന്റിൽ പറഞ്ഞത്, അന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണിത്, ഇവിടുത്തെ പാർലമെന്റ് അംഗങ്ങളൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ പാർലമെന്റ് അംഗങ്ങളാണ്, അല്ലാതെ പുറത്തുനിന്ന് നിരാഹാര സമരം നടത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചില വ്യക്തികളല്ല തീരുമാനമെടുക്കേണ്ടത് എന്ന് പാർലമെന്റിൽ പ്രസംഗിച്ച ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അതൊക്കെ മാറ്റി ഈ ആളുകൾക്ക് തന്നെ പിന്തുണ നൽകുകയാണ്. ഏതായാലും കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് വലിയ ജനകീയ പിന്തുണയൊന്നുമില്ല. കാരണം നിരവധി സംഘടനകൾ, ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് നിരവധി സംഘടനകളുടെയൊക്കെ അംഗങ്ങളായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾ നിരാഹാര സമരം നടത്തുന്നു, അയാളുടെ ജീവൻ രക്ഷിക്കണമെന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സമയത്ത്, സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണമൊക്കെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ ആളുകളൊക്കെ തന്നെ ഒരു അനുകമ്പ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പോലും ഇതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ ശക്തികളെ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നത്.